ആണ്ടി എടവത്ത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഇതിന്റെ വെളിച്ചത്തിൽ ഖുർആനിൽ എന്ത് അതിനെ പ്രതിപാദിക്കുന്നു? അതാണ് എനിക്കറിയാം. ബഹുമാന സുഹൃത്ത്, ആണ്ടിയുടെ ചോദ്യം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഖുർആൻ? ഇത് ഖുർആനിന്റെ അടിസ്ഥാന സന്ദേശമാണ്. ഒരു ജാതി എന്ന് പറയുമ്പോ അത് ബ്രാഹ്മണ ജാതി എന്നല്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതി എന്നല്ല, മറിച്ച് മനുഷ്യജാതി എന്നാണ് ഖുർആൻ പറയുക. അതാണ് നമുക്കറിയാലോ, ഇന്ത്യയിൽ ഇസ്ലാം കടന്നു വന്നപ്പോൾ ഇവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനുമായിരുന്നു, ജാതികളും ഉപജാതികളുമെല്ലാമായി. അവരെല്ലാം മുസ്ലിം ആയപ്പോ എന്തായി? മനുഷ്യജാതിയായി, സട്ടാവായ തമ്പുരാന്റെ മുന്നിൽ മാത്രം ആരാധിക്കുന്നവരായി. ഇത് ചരിത്രത്തിൽ സംഭവിച്ചതാ. നിങ്ങൾക്കറിയാം, ബ്രാഹ്മണനായതുകൊണ്ട്, ക്ഷത്രിയനായതുകൊണ്ട്, വൈശ്യനായതുകൊണ്ട്, ശൂദ്രനായതുകൊണ്ട്, ചണ്ടാളനായതുകൊണ്ട് ദൂരവും അകലവും എല്ലാം പാലിക്കേണ്ടിയിരുന്ന ആളുകൾ, ഇന്നലെ വരെ പ്രത്യേക ദൂരത്തിൽ നിൽക്കേണ്ടിയിരുന്ന ആളുകൾ, തീണ്ടിക്കൂടായ്മയും തൊട്ടുകൂടായ്മയും ഉണ്ടായിരുന്ന ആളുകൾ, അവരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയപ്പോ ഇന്നലെ ബ്രാഹ്മണനായവനും ചണ്ടാളനായവനും ഒരേ രൂപത്തിൽ ഒരേ കാലടുത്തടുത്ത് വെച്ച് സട്ടാവായ തമ്പുരാന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുകയാണ്. അവിടെയാണ് ഒരു ജാതി, മനുഷ്യജാതി. ഒരു മതം, ഒരുപാട് മതമുണ്ട്. എല്ലാ മതം കൂടി കൂട്ടിയിട്ട് അക്ബർ ഉണ്ടാക്കിയ മാതിരി ഒരു ദീനിലാഹി, ഒരു മതം കിടക്കട്ടെ, അതല്ല. മറിച്ച് ഇസ്ലാം പറയുന്ന ഒരു മതം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന പ്രവാചകന്മാർ മുഴുവനും ഒരേപോലെ പഠിപ്പിച്ച മതം, അതാണ് ഒരു മതം. അതല്ലാതെ ഇഷ്ടമുള്ളതെല്ലാം മതമായി സ്വീകരിക്കുക എന്നല്ല. പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച മതം ഏത് എന്ന് നമ്മൾ പരിശോധിക്കണം. പ്രവാചകന്മാരെല്ലാം അടിസ്ഥാനപരമായി പഠിപ്പിച്ച മതത്തിന്റെ അടിത്തറ നിങ്ങൾ ഏത് വേദഗ്രന്ഥം എടുത്തോളൂ, ഏത് ഗ്രന്ഥമെടുത്ത് പരിശോധിച്ചോളൂ, അതെന്താ? സട്ടാവായ തമ്പുരാൻ ഒന്ന്. തമീശ്വരാണം പരമം മഹേശ്വര താം ദേവദാനാം പരമം ച ദൈവതം പതിം പദീനാം പരമം പരസ്താദ് വിധാമദേവം ഭുവനീശമീഠ്യം. അവിടെ നമ്മൾ ഉപനിഷത്തുകളിൽ ശ്വേതശതരോപനിഷത്തിൽ 6-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനം, സർവേശ്വരൻ, ഈശ്വരന്മാരുടെ ഈശ്വരൻ, ദേവന്മാരുടെ പരമദേവൻ, പതികളുടെ പരമനായ പതി, അവനാണ് ഈഢ്യമർപ്പിക്കേണ്ടത്, അവനാണ് ജീവിതത്തെ സമർപ്പിക്കേണ്ടത്. ആ സൃഷ്ടാവായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുക എന്ന ആശയം, ആ സൃഷ്ടാവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന ആശയം, അതാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. പടച്ച തമ്പുരാന്റെ അടുക്കൽ മതം ഇസ്ലാമാകുന്നു. അതിന്റെ അർത്ഥം മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജാതിയുടെ മതം പടച്ചവൻ പ്രത്യേകമായി സംവരണം ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ല, മറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടെ സമർപ്പണമാണ്. സട്ടാവായ തമ്പുരാന് സമർപ്പിക്കുക എന്ന ആശയം, അവന്റെ വിധിവിലക്കുകൾ അനുസരിക്കുക എന്ന ആശയം, അതാണ് ഒരു മതം. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച മതം. ഏതെങ്കിലും ഒരു പ്രവാചകൻ, ഇന്നൊരുപാട് മതം ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ഞാനിതൊരു തുറന്ന സംവാദവേദി എന്നുള്ള നിലക്കാണെങ്കിൽ തുറന്ന് സംസാരിക്കുന്നു. ഒരുപാട് മതമുണ്ട്. നമ്മൾ ചോദിക്കുക, ഈ മതത്തിന്റെ എല്ലാം ആചാര്യന്മാരായി പറയുന്ന ആളുകൾ ആരെങ്കിലും ഈ മതം സ്ഥാപിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഹിന്ദു മതം എന്ന് നമ്മൾ പറഞ്ഞു. ഹിന്ദുമതം ആചാര്യന്മാരായി പരിഗണിക്കുന്ന ആരെയാണ്? ഋഷിമാരെ, മഹർഷിമാരെ, മഹാവ്യക്തികളെ. ഇനി ഭഗവത്ഗീതയിലടക്കം കടന്നു വരുന്ന മഹാപുരുഷൻ ശ്രീകൃഷ്ണൻ. ഈ ഋഷിമാരോ മഹാന്മാരോ ശ്രീകൃഷ്ണൻ തന്നെയുമോ ഹിന്ദുമതം എന്ന പേരിൽ ഒരു മതം സ്ഥാപിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, അവരെല്ലാരും പറഞ്ഞു സട്ടാവിനെ അറിയണം, അവന് ജീവിതത്തെ സമർപ്പിക്കണം. ഇഷ്ടം പോലെ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിക്കുക, ക്രിസ്തു മതം, ക്രിസ്തു എന്ന വ്യക്തിയാണ് അവിടെ ആ ക്രിസ്തു മതത്തിന്റെ ആചാര്യൻ. നാം ചോദിക്കുക, ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെക്കുറിച്ച് പറയുന്ന ബൈബിളിലെ മത്തായിയുടെയും മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും സുവിശേഷങ്ങളോ,
അതല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തികളോ പൗലോസിന്റെ ലേഖനങ്ങളോ മറ്റ് അപ്പോസ്തലിക ലേഖനങ്ങളോ വെളിപാട് പുസ്തകമോ ഇവിടെ എവിടെയെങ്കിലും അദ്ദേഹം ക്രിസ്തു മതം എന്ന പേരിൽ ഒരു മതം സ്ഥാപിച്ചതായുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞു സട്ടാവായ തമ്പുരാൻ അറിയണം, അവന്റെ നിയമമനുസരിച്ച് ജീവിക്കണം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 29-30 വചനങ്ങൾ. എന്താ പ്രധാനപ്പെട്ട കൽപ്പന? ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണാത്മാവോടെയും പൂർണ്ണ ശക്തിയോടുകൂടെയും സ്നേഹിക്കണം, അവനെ പൂർണ്ണമായി സമർപ്പിക്കണം. ഇതാണ് കൽപ്പന. നിങ്ങളൊക്കെ ബുദ്ധൻ ബുദ്ധമതം സ്ഥാപിച്ചിട്ടുണ്ടോ? മോശെ പ്രവാചകൻ യഹൂദമതം സ്ഥാപിച്ചിട്ടുണ്ടോ? വർദ്ധമാന മഹാവീരൻ ജൈനമതം സ്ഥാപിച്ചിട്ടുണ്ടോ? ഇതിനെല്ലാറ്റിനുമുള്ള ഉത്തരം ഇല്ല. പിൽക്കാലഘട്ടത്തിൽ അവരുടെ പേരിൽ മതം ഉണ്ടാക്കി. എന്നാൽ അവർ പഠിപ്പിച്ചത് അവർക്കാർക്ക്, ഈ മതത്തിന്റെ ആൾക്കാർക്ക് ആവശ്യമില്ല. അവർ പഠിപ്പിച്ചത് എന്താ? സട്ടാവായ തമ്പുരാൻ അറിയണം, അവന് ജീവിതത്തെ സമർപ്പിക്കണം. അവിടെ ഒരു മതം എന്ന ആശയം പൂർണ്ണമാവുകയാണ്. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച മതം. ഇനി മൂന്നാമത്തെ പ്രശ്നം, ഒരു ദൈവം. സട്ടാവായ തമ്പുരാൻ ഒരു ദൈവം, അവൻ ഏകം സത് വിപ്രാഹ ബഹുദ വദന്തി എന്ന് പറഞ്ഞ് അവൻ ആകാശത്തിരുന്നോട്ടെ, ഏകനാണ് അവൻ. നമ്മളിവിടെ ഇഷ്ടം പോലെ ജീവിക്കുക, ആരെയും ദൈവാക്ക. ഇതല്ല ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിന്റെ നാഥൻ ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ളത് ഒരാളോടാണ്. അവനാകട്ടെ എന്നേക്കാൾ അടുത്തവനാണ് എന്നോട്, എന്നേക്കാൾ എന്നെ ഇഷ്ടമുള്ളവനാണ്, എന്നേക്കാൾ എന്നെ സ്നേഹിക്കുന്നവനാണ്. ആ സൃഷ്ടാവായ തമ്പുരാൻ, അവൻ മാത്രം എന്റെ ആരാധനാമൂർത്തിയാവുക, അവന്റെ മുന്നിൽ മാത്രം എന്റെ ഹൃദയം തുറക്കുന്ന അവസ്ഥയുണ്ടാവുക. ഇതാണ് ഒരു ദൈവം എന്നുള്ളതിന്റെ പൂർണ്ണത. അതല്ലാതെ ഒരു ദൈവമുള്ളൂ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുള്ളൂ, അവൻ ആകാശത്തിരിക്കട്ടെ, ഞാൻ ഇവിടെ എങ്ങനെയും ജീവിക്കും, എന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്റെ എല്ലാ സൃഷ്ടികളോടും എല്ലാ ആൾ ദൈവങ്ങളോടും എല്ലാ വിഗ്രഹങ്ങളോടും എല്ലാ ശവകുടീരങ്ങളോടും എല്ലാ പുരോഹിതന്മാരോടും ആയിരിക്കും എന്നുള്ളതല്ല ഒരു ദൈവം. ഇസ്ലാമാണ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള ആശയം പ്രതിനിധാനം ചെയ്യുന്നത്. ആ ആശയമാണ് സത്യത്തിൽ രക്ഷയുടെ ആശയം. പക്ഷേ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളണം എന്ന്